ഈശ്വരൻ സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിസ്റ്റർ ലിസ്ബി. എൻ്റെ പേര് ഏഞ്ചൽ റോയ്. ദൈവവചനത്തിലേക്ക് വീണ്ടും തിരികെ വരാനും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശമുള്ളതാക്കാനും ദൈവം നൽകുന്ന ഈ പുതിയ അവസരത്തെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ലോഗോസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ കാറ്റഗിസം പ്രിൻസിപ്പിളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്ന് ന്യായാധിപന്മാർ 12, 13 അധ്യായങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഈ അധ്യായങ്ങളെ പരിചയപ്പെടാം. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിൽ 15 വാക്യങ്ങളാണുള്ളത്. ഈ അധ്യായത്തിൽ പ്രധാനമായും ഇസ്രായേലിലെ ന്യായാധിപന്മാരെക്കുറിച്ചും എഫ്രായിമും ജഫ്തായും തമ്മിലുള്ള ആഭ്യന്തര കലഹത്തെക്കുറിച്ചുമാണ് പറയുന്നത്. 25 വാക്യങ്ങളുള്ള 13-ാം അധ്യായം സാംസന്റെ ജനനം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ എത്ര വർഷത്തേക്കാണ് അവിടുന്ന് അവരെ ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ 20 വർഷം, ഓപ്ഷൻ ബി 30 വർഷം, ഓപ്ഷൻ സി 40 വർഷം, ഓപ്ഷൻ ഡി 50 വർഷം. ഓപ്ഷൻ സി 40 വർഷം. ചോദ്യം 2. സാംസന്റെ പിതാവായ മനോവ ഏത് ഗോത്രക്കാരനായിരുന്നു? ഓപ്ഷൻ എ എഫ്രായിം ഗോത്രം, ഓപ്ഷൻ ബി ദാൻ ഗോത്രം, ഓപ്ഷൻ സി സെബുലൂൺ ഗോത്രം, ഓപ്ഷൻ ഡി മനാസെ ഗോത്രം. ദാൻ ഗോത്രം. ചോദ്യം 3. വന്ധ്യയായിരുന്ന സാംസന്റെ അമ്മയെ താൻ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് അറിയിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഒരു പ്രവാചകൻ, ഓപ്ഷൻ ബി കർത്താവിൻ്റെ ദൂതൻ, ഓപ്ഷൻ സി ഒരു മൂപ്പൻ, ഓപ്ഷൻ ഡി മനോവയുടെ പിതാവ്. കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 4. സാംസൺ ജനനം മുതൽ ഏത് വ്രതക്കാരനായിരിക്കുമെന്നാണ് ദൂതൻ അറിയിച്ചത്? ഓപ്ഷൻ എ നസ്രായൻ വ്രതം, ഓപ്ഷൻ ബി നാസിർ വ്രതം, ഓപ്ഷൻ സി കെനായൻ വ്രതം, ഓപ്ഷൻ ഡി യാഗാദായ വ്രതം. നാസിർ വ്രതം. ചോദ്യം 5. സാംസന്റെ തലയിൽ എന്ത് തൊടരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ കൈ, ഓപ്ഷൻ ബി വിരൽ, ഓപ്ഷൻ സി ക്ഷൗരക്കത്തി, ഓപ്ഷൻ ഡി വടി. ക്ഷൗരക്കത്തി. ചോദ്യം 6. മനോവയുടെ ഭാര്യ കണ്ട ദൈവപുരുഷന്റെ മുഖം എന്തിനോട് സാമ്യമുള്ളതായിരുന്നു എന്നാണ് അവൾ ഭർത്താവിനോട് പറഞ്ഞത്? ഓപ്ഷൻ എ രാജാവിൻ്റേതുപോലെ, ഓപ്ഷൻ ബി ബലവാന്റേതുപോലെ, ഓപ്ഷൻ സി ദേവദൂതൻ്റേതുപോലെ, ഓപ്ഷൻ ഡി പ്രവാചകൻ്റേതുപോലെ. ദൈവദൂതൻ്റെ പോലെ. ചോദ്യം 7. മനോവ കർത്താവിൻ്റെ ദൂതനോട് തൻ്റെ പേര് ചോദിച്ചപ്പോൾ ദൂതൻ നൽകിയ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻ എ എൻ്റെ പേര് ശക്തിയുള്ളവൻ എന്നാണ്, ഓപ്ഷൻ ബി എൻ്റെ പേര് വിശുദ്ധമാണ്, ഓപ്ഷൻ സി എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്, ഓപ്ഷൻ ഡി എൻ്റെ പേര് സമാധാനം എന്നാണ്. എൻ്റെ പേര് അത്ഭുതകരം ആയിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? ചോദ്യം 8. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ എങ്ങനെയാണ് ഉയർന്നു പോയത്? ഓപ്ഷൻ എ വെള്ളത്തിലൂടെ, ഓപ്ഷൻ ബി പുകയിലൂടെ, ഓപ്ഷൻ സി ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ, ഓപ്ഷൻ ഡി കാറ്റിലൂടെ. ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ. ചോദ്യം 9. കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായപ്പോൾ താൻ തീർച്ചയായും മരിക്കുമെന്ന് മനോവ ഭാര്യയോട് പറയാൻ കാരണമെന്തായിരുന്നു? ഓപ്ഷൻ എ ദൂതനോട് സംസാരിച്ചതുകൊണ്ട്, ഓപ്ഷൻ ബി ദൂതനെ കണ്ടതുകൊണ്ട്, ഓപ്ഷൻ സി യാഗം അർപ്പിച്ചതുകൊണ്ട്, ഓപ്ഷൻ ഡി അനുവാദം കൂടാതെ വിളിച്ചതുകൊണ്ട്. ദൂതനെ കണ്ടതുകൊണ്ട്. ചോദ്യം 10. അമ്മോന്യരുമായി യുദ്ധം ചെയ്യാൻ തങ്ങളോടൊപ്പം വരാൻ വിളിക്കാത്തതിനെ ചൊല്ലി എഫ്രായിംകാർ ആരുടെ അടുക്കലാണ് ചെന്ന് കലഹിച്ചത്? ഓപ്ഷൻ എ സാംസൺ, ഓപ്ഷൻ ബി ഇബ്സാൻ, ഓപ്ഷൻ സി ജഫ്ത, ഓപ്ഷൻ ഡി ഏലോൻ. ജഫ്ത. ചോദ്യം 11. ജഫ്ത തങ്ങളെ ആരുടെ കൈകളിൽ നിന്ന് രക്ഷിച്ചില്ലെന്നാണ് എഫ്രായിംകാർ ആരോപിച്ചത്? ഓപ്ഷൻ എ ഫിലിസ്ത്യരുടെ, ഓപ്ഷൻ ബി അമോന്യരുടെ, ഓപ്ഷൻ സി മൊവാബ്യരുടെ, ഓപ്ഷൻ ഡി അരാമ്യരുടെ. അമോന്യരുടെ. ചോദ്യം 12. ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയാൻ കാരണം എന്തായിരുന്നു? ഓപ്ഷൻ എ ശത്രുക്കളെ തിരിച്ചറിയാൻ, ഓപ്ഷൻ ബി കൂട്ടുകാരെ തിരിച്ചറിയാൻ, ഓപ്ഷൻ സി ദൈവത്തെ സ്തുതിക്കാൻ, ഓപ്ഷൻ ഡി ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ. ശത്രുക്കളെ തിരിച്ചറിയാൻ. ചോദ്യം 13. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാൻ കഴിയാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞ എത്ര എഫ്രായിംകാർ വധിക്കപ്പെട്ടു? ഓപ്ഷൻ എ 20,000, ഓപ്ഷൻ ബി 30,000, ഓപ്ഷൻ സി 40,000,
ഓപ്ഷൻ ഡി 40,000. 40,000. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 6 വർഷം, ഓപ്ഷൻ സി 7 വർഷം, ഓപ്ഷൻ ഡി 8 വർഷം. 6 വർഷം. ചോദ്യം 15. ജഫ്തായുടെ മരണശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ബെത്ലഹേംകാരൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഏലോൻ, ഓപ്ഷൻ ബി അബ്ദോൻ, ഓപ്ഷൻ സി ഇബ്സാൻ, ഓപ്ഷൻ ഡി സാംസൺ. ഇബ്സാൻ. ചോദ്യം 16. ഇബ്സാന് എത്ര പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 30 പുത്രന്മാരും 30 പുത്രിമാരും, ഓപ്ഷൻ ബി 20 പുത്രന്മാരും 20 പുത്രിമാരും, ഓപ്ഷൻ സി 40 പുത്രന്മാരും 30 പുത്രിമാരും, ഓപ്ഷൻ ഡി 30 പുത്രന്മാരും 20 പുത്രിമാരും. 30 പുത്രന്മാർ 30 പുത്രിമാരും. ചോദ്യം 17. ഇബ്സാൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 6 വർഷം, ഓപ്ഷൻ സി 7 വർഷം, ഓപ്ഷൻ ഡി 8 വർഷം. 7 വർഷം. ചോദ്യം 18. ഇബ്സാന് ശേഷം സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻ എ 8 വർഷം, ഓപ്ഷൻ ബി 9 വർഷം, ഓപ്ഷൻ സി 10 വർഷം, ഓപ്ഷൻ ഡി 11 വർഷം. 10 വർഷം. ന്യായാധിപന്മാർ 12, 13 അധ്യായങ്ങളാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. അടുത്ത അധ്യായങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.